Module 1 Introduction. Important economic concepts and theories applied in decision making. അതിലെ ഫസ്റ്റ് 3 പോർഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു. ഫസ്റ്റ് 3 കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫോർത്ത് വൺ ഇസ് ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ. The factors of production such as land, labor, capital and organization have alternative uses. It means that same factors of production which are used for manufacture of particular product can also be used for manufacture of another product. അപ്പോൾ ഇവിടെ പറയുന്നത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ കുറിച്ചാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യം ചെയ്യാനായിട്ട് നമുക്ക് പല ആൾട്ടർനേറ്റീവ് വേയ്സ് ഉണ്ടാവും. പക്ഷേ നമ്മൾക്ക് അതിൽ ഒരേ ഒരു ആൾട്ടർനേറ്റീവ് ഒരു ടൈം യൂസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ ഈ പറയുന്ന ലേബർ, ലാൻഡ്, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഇതെല്ലാം നമ്മൾക്ക് ഇപ്പോൾ ലാൻഡ് തന്നെ നമ്മൾക്ക് കൾട്ടിവേഷന് യൂസ് ചെയ്യാം. ദെൻ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ ഒരു ഫേം അവിടെ ബിൽഡ് ചെയ്യാം, വേണമെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ പല യൂസസ് ഉണ്ട് ലാൻഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പോണൻറ്റിന് തന്നെ. ഓക്കെ, പക്ഷേ ഇതിൽ ഒരു ഐറ്റം അതിലേതെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് യൂസിന് വേണ്ടിയിട്ട് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾട്ടർനേറ്റീവ്സ് നമുക്കവിടെ വേസ്റ്റ് ആവുകയാണ്. ഓക്കെ, അത് നമുക്കവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. Then, thus, if a businessman decides to produce one product by employing the available factors of production, he has to forego the production of another product. അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിതിലേതെങ്കിലും ഒരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ്മാൻ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളവിടെ വേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, then the cost here, cost means the benefit. അവിടെ ബെനഫിറ്റ് എന്നുള്ളതാണ് കോസ്റ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് നമ്മൾ. then the cost of opportunity forgone is called opportunity cost. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ലോസ് ആവുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്നും കിട്ടേണ്ട ബെനഫിറ്റ്. ഓക്കെ, അതായത് ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് ലോസ് ആവുന്ന മറ്റൊരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ് ലോസ് ആവുകയാണ് അല്ലേ. ആ ലോസിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അറൈസസ് വെൻ ദെയർ ആർ ആൾട്ടർനേറ്റീവ്സ്. ഒരു സൊല്യൂഷൻ ഉള്ളൂ അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാനുള്ളൂ ആ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ടെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരുന്നില്ല. കാരണം ആ ഒരു കാര്യം മാത്രമേ നമുക്കത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ച് നമ്മൾക്കത് പ്രൊഡ്യൂസ് ചെയ്യാം. ദെൻ അപ്പോൾ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവായിട്ട് നമ്മൾക്ക് വേസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് അവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ളൊരു ടേം വരുന്നുള്ളൂ. ദെൻ ഇഫ് ദെർ ആർ നോ ആൾട്ടർനേറ്റീവ് ദെർ ഇസ് നോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, എ പേഴ്സൺ ഹാസ് എൻ എമൗണ്ട് ഓഫ് ₹1 lakh. ഹി മേ എയ്തർ ഡെപ്പോസിറ്റ് എ മണി ഇൻ എ ബാങ്ക് ആൻഡ് ഏൺ സേ 10% ഇൻട്രസ്റ്റ് ഓർ സ്റ്റാർട്ട് എ ബിസിനസ്. അപ്പോൾ നമ്മളതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾക്ക് വരുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. നമ്മളുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ ₹1 lakh ഉണ്ട്. അത് വെച്ച് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ഒന്ന്, നമ്മൾക്ക് അത് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അതിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾക്ക് ഏൺ ചെയ്യാം. ദെൻ നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ രണ്ട് ആൾട്ടർനേറ്റീവാണ് നമ്മളുടെ ആ 1 lakh വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക. ദെൻ ഹിയർ ഹി ഹാസ് 2 alternatives അല്ലേ, രണ്ട് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് അയാൾക്ക്. ഇഫ് ഹി ഡിസൈഡഡ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഹി സാക്രിഫൈസസ് 10% ഇൻട്രസ്റ്റ് ഫ്രം ഫിക്സഡ് ഡെപ്പോസിറ്റ്. ദെർഫോർ his opportunity cost of starting a business is the interest rate of ₹10% foregone on fixed deposit. അപ്പോൾ ഇവിടെ ആ രണ്ട് ആൾട്ടർനേറ്റീവിൽ ഇയാൾ ഡിസൈഡ് ചെയ്യുകയാണ് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ആ 1 lakh വെച്ചിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നമ്മളവിടെ ലോസ് ആക്കുന്ന അല്ലെങ്കിൽ നമ്മളവിടെ ചെയ്യാതിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് 10% ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യം നമ്മളവിടെ മാറ്റി വയ്ക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആ 1 lakhൻ്റെ 10% നമ്മൾക്ക് മന്ത്ലി കിട്ടാനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഐറ്റമാണ് നമ്മളവിടെ ഫോഗോൺ ചെയ്യുന്ന, നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്ന ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസ്റ്റ്, അതായത് 10% ഇൻട്രസ്റ്റ് ഓൺ 1 lakh, അതാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓക്കെ, ഇതാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. ദെൻ പിന്നെ നോക്കുക, വൈൽ ചൂസിങ് എൻ ആൾട്ടർനേറ്റീവ് എ ഡിസിഷൻ മേക്കർ ഷുഡ് സീ ദാറ്റ് ദ ബെനിഫിറ്റ് ഡിറൈവ്ഡ് ഫ്രം എ ചൂസൺ ആൾട്ടർനേറ്റീവ് ഷുഡ് ബി മോർ ദാൻ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ നമ്മളിങ്ങനെ ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നതിന് മുൻപ് അയാൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒന്നില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ രണ്ട് ആൾട്ടർനേറ്റീവിൻ്റെ കാര്യം പറഞ്ഞു. ഓക്കെ, ഈ രണ്ട് ആൾട്ടർനേറ്റീവും കമ്പയർ ചെയ്തിട്ട് ഇതിലേറ്റവും കൂടുതൽ നമ്മൾക്ക് ബെനിഫിറ്റ് വരുന്ന ആൾട്ടർനേറ്റീവ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ അവർ എക്സാമ്പിൾ ഹി ഷുഡ് സ്റ്റാർട്ട് എ ബിസിനസ് ഓൺലി ഇഫ് ഹി ക്യാൻ മേക്ക് എ റിട്ടേൺ മോർ ദാൻ 10%. ഇഫ് ദർ ഇസ് മോർ ദാൻ 2 alternatives
The opportunity cost is the benefit sacrificed for next best alternative. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുകളിൽ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ഒരു ഡിസിഷൻ മേക്കർ ഒരു തീരുമാനം എടുക്കേണ്ടത് 2 ആൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ബെനിഫിറ്റ് കൂടുതലുള്ളതായിരിക്കണം അയാൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിളിൽ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഈ ഇൻട്രസ്റ്റ് 1 ലാഖിൻ്റെ 10% ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു, അതിൽ കൂടുതൽ അയാൾക്ക് ബെനിഫിറ്റായിട്ട് മാത്രം കിട്ടുന്ന, അയാളുടെ പ്രോഫിറ്റായിട്ട് അതിൽ കൂടുതൽ കിട്ടും എന്നുള്ള പ്രൊജക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇപ്പോൾ 2-ൽ കൂടുതൽ, ഇപ്പോൾ നമ്മൾ 2 ആൾട്ടർനേറ്റീവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. 2-ൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 2-ൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്ക് ഈ 1 ലാഖ് റുപ്പീസ് കൊണ്ട് ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റായിട്ട് എടുക്കുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ആണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതിൻ്റെ ബെനിഫിറ്റ് ആയിരിക്കും നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞ ബിസിനസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സെക്കൻഡ് ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാം, അത് ഡെപ്പോസിറ്റായിട്ട് എമൗണ്ട് ഇട്ടുകൊണ്ട് ഇൻട്രസ്റ്റ് ഏൺ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കൾട്ടിവേഷൻ ലാൻഡിൽ വേണമെങ്കിൽ 1 ലാഖ് കൊണ്ട് അഗ്രികൾച്ചറൽ ഫാമിംഗ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ 3 ആൾട്ടർനേറ്റീവിൽ നമ്മൾക്ക് ഏറ്റവും കിട്ടുന്ന ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. എക്സാമ്പിളാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കേണ്ടത്, ഇനി ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എക്സാമ്പിളായിട്ട് വിചാരിക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 1 ലാഖ് യൂസ് ചെയ്തുകൊണ്ട് ഒരു 1 ലാഖ് കൂടെ എക്സ്ട്രാ നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ദെൻ നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് അഗ്രികൾച്ചറൽ ഫാമിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു 50,000 റുപ്പീസ് ആ 1 ലാഖിന് മന്ത്ലി കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. ദെൻ പിന്നെ നെക്സ്റ്റ് ആൾട്ടർനേറ്റീവ് എന്തായിരുന്നു? ഇൻട്രസ്റ്റ് റേറ്റ് അല്ലേ, 10% ഇൻട്രസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 10,000 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലേ, അതിനാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത്. 1 ലാഖ് തന്നെ നമ്മൾക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് എന്തായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക? അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരുന്നു 50,000 ബെനിഫിറ്റ് കിട്ടുന്നതായിരുന്നു നമ്മുടെ നെക്സ്റ്റ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ 50,000 ആയിരിക്കും നമ്മളവിടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് കാണിക്കുക. ഓക്കെ, അതിൽ കുറവാണ് 10,000 അല്ലേ, അപ്പോൾ 50,000 ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പൾ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 5th ആൻഡ് ലാസ്റ്റ് പ്രിൻസിപ്പിളാണ് ഇക്വി മാർജിനൽ പ്രിൻസിപ്പിൾ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ സ്കേഴ്സ് ആൻഡ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, സ്കേഴ്സ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ സ്കേഴ്സ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ ഈ പറഞ്ഞ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെ സ്കേഴ്സ് ആണ്. അതിനെല്ലാം ആൾട്ടർനേറ്റീവ് യൂസസും ഉണ്ട്. ഒരു കാര്യം കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ എ ബിസിനസ് ഫേം ഷുഡ് മേക്ക് ആൻ ഒപ്റ്റിമം അലൊക്കേഷൻ ഓഫ് ദീസ് ഫാക്ടേഴ്സ് ടു വേരിയസ് യൂസസ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സിനെ നമ്മൾക്ക് സ്കേഴ്സ് ആയിട്ടുള്ള ഈ ഫാക്ടേഴ്സിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക, ഒപ്റ്റിമം യൂട്ടിലൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് വേസ്റ്റേജ് ഇല്ലാതെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. Then, according to the equi-marginal principle, the allocation of factor inputs will be optimum when they are allocated in such a way that the value added by the last unit is equal in all cases. നമ്മൾക്കത് ഒരു എക്സാമ്പിളിലൂടെ ക്ലിയർ ചെയ്യാം. Let us assume that a firm is involved in a production of 3 products, that is A, B and C. Then a firm has a maximum of 600 labor hours per week. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എ, ബി ആൻഡ് സി, അതാണ് 3 പ്രോഡക്റ്റ്സ്. ഫേമിൻ്റെ അടുത്ത് മാക്സിമം ഉള്ള ലേബർ എന്ന് പറയുന്നത് പെർ വീക്കിൽ പെർ അവർ 600 ലേബേഴ്സിന് അവർക്ക് അവൈലബിൾ ആണ്. ഒരു വീക്കിൽ ഓരോ അവറും വർക്ക് ചെയ്യാനായിട്ട് 600 ലേബേഴ്സിന് അവൈലബിൾ ആണ്. ദെൻ ദ ഫേം ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് എനി വൺ ഓഫ് ദിസ് പ്രോഡക്ട്സ് ബൈ ആഡിങ് മോർ ലേബർ അവേഴ്സ്. ദെൻ ഇതിൽ ഇപ്പോൾ 600 നമ്മളുടെ കയ്യിലുള്ളൂ. നമ്മൾക്ക് പ്രൊഡക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും പ്രോഡക്റ്റിൽ നമ്മൾക്ക് കുറച്ചുകൂടി ലേബർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, കുറച്ചുകൂടി എംപ്ലോയീസിനെ അവിടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ദിസ് ക്യാൻ ബി ഡൺ ഓൺലി അറ്റ് ദ കോസ്റ്റ് ഓഫ് അതർ പ്രോഡക്ട്സ്. പക്ഷേ എന്ത് ചെയ്യാം? ഇപ്പോൾ 600 ലേബർ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് വിചാരിക്കാം. ഇതിൽ നമ്മൾക്ക് എ, ബി ആൻഡ് സി എന്ന് പറയുന്ന 3 പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് എ, പ്രൊഡക്റ്റ് എയുടെ പ്രൊഡക്ഷൻ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 600-ൽ 300-ഉം അതിന് വേണ്ടി കൊടുക്കുകയാണ്. ഓക്കെ, പ്രൊഡക്റ്റ് എക്ക് വേണ്ടിയിട്ട് 300 ലേബറിനെയും നമ്മൾ പ്രൊഡക്റ്റ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തു. പിന്നെ ബിക്കും സിക്കും ബാക്കി 600 മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കി 600 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്താണ് രണ്ടിനും നമ്മൾ കൊടുക്കുക. അപ്പോൾ അവർക്ക് ഈക്വലായിട്ട് 3-നും
കിട്ടേണ്ടത് ഒരു 200 വെച്ച് എ ബി സിക്ക് കൊടുക്കേണ്ടതിന് പകരം എക്ക് മാത്രം 300 കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബാക്കി പ്രൊഡക്ട്സിൽ കോസ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് മാത്രമേ മറ്റൊന്നിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. So, as per the equimarginal principle, the firm can maximize its profit when the labor hours are allocated to the production of all the 3 products in such a way that the marginal product of labor is equal in all these 3 products. അപ്പോൾ ഒരു ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾക്ക് ഒരു ഫേമിന് അതിൻ്റെ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾക്ക് ലേബേഴ്സിനെ അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ 3 പ്രോഡക്റ്റിൻ്റെയും മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ MPL എന്ന് പറയുന്ന കണ്ടൻറ്റ് ഈക്വലായി നിന്നാൽ മാത്രമേ നമ്മൾക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പാടുള്ളൂ. ദെൻ അതാണ് താഴെ പറയുന്നത്, മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ A ഈക്വൽ ടു MPL, B ഈക്വൽ ടു MPLC. 3 പ്രോഡക്റ്റിൻ്റെയും ABC ആണ് നമ്മുടെ പ്രോഡക്ട്സ്, 3 പ്രോഡക്ട്സിൻ്റെയും മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ ഈക്വൽ ആയിരിക്കണം. ദെൻ മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ലേബർ എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. Marginal product of labor is the amount of output a firm gets by employing 1 more unit of labor. That means ഒരു ലേബറിനെ, ഇപ്പോൾ 3 പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതിലേതെങ്കിലും ഒരെണ്ണത്തിൽ നമ്മൾ ഒരു ലേബറിനെ ആഡ് ചെയ്താൽ, അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് ലേബർ, ഒരു ലേബറിനെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫേമിന് കിട്ടുന്ന ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഓക്കെ, അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് ഔട്ട്പുട്ടാണ് നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. സാധാരണ നമ്മളുടെ ഉള്ള ലേബറിൽ നിന്നും ഒരെണ്ണത്തിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൊഡക്റ്റിൽ അല്ലെങ്കിൽ ഔട്ട്പുട്ടിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് എന്നുള്ളതാണ് മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ നോക്കിയിട്ട് വേണം നമ്മൾ ലേബേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ദെൻ thus the equimarginal principle suggests that available resources, that is input, should be allocated by the business firm between alternative options in such a way that the marginal productivity gains from various alternative options are equalized. That means നമ്മളപ്പോൾ ഇക്വിമാർജിനൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് 3 പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, പ്രോഡക്റ്റ് A, B and C. അവർക്ക് ലേബർ അലോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഗെയിൻസ് എല്ലാത്തിനും ഈക്വൽ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ലേബറിനെ അലോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ ഫിനിഷ് ആവുകയാണ്. താങ്ക് യു.